ഏറ്റുമാനൂർ പൂവത്തുമൂട് ഗവൺമെൻറ് LP സ്കൂളിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഈ സ്കൂളിലെ അധ്യാപികയ്ക്ക് നേരെയാണ് ഭർത്താവിൻ്റെ ആക്രമണം ഉണ്ടായത്. അധ്യാപികയായ ഡോണിക്കാണ് പരിക്ക് ഏറ്റത്. ഇവരെ ഇപ്പോൾ കോട്ടയം തള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ മുറിയിൽ വെച്ചായിരുന്നു ആക്രമണം ഉണ്ടായത്. പ്രധാന അധ്യാപികയുടെ മുറിയിൽ വെച്ച് കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഈ അധ്യാപിക സമീപത്തെ ക്ലാസ് മുറിയിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. ആ ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ അധ്യാപിക രക്തം വാർന്നു നിൽക്കുന്ന കാണേണ്ട ഒരു ദുരവസ്ഥയും ഉണ്ടായിരുന്നതാണ് ഏറ്റവും സങ്കടകരമായ സംഭവം. എന്നാൽ നേരെ മറിച്ച് അധ്യാപികയെ നേരിട്ട് ഇയാൾ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പോൾ കുട്ടികളെയൊക്കെ അവരുടെ മാതാപിതാക്കൾ മടക്കിക്കൊണ്ടു പോവുകയാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ നിന്നും സഹ അധ്യാപകരിൽ നിന്നും ലഭിക്കുന്ന പ്രാഥമികമായ വിവരം ഇവർ തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഏറെ നാളായി അധ്യാപിക അകന്ന് താമസിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കങ്ങൾ, കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതേ തുടർന്നാണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ്. എന്തായാലും ഇപ്പോൾ ഈ ഭർത്താവ് ആക്രമണം നടത്തിയ കൊച്ചുമോൻ ഒളിവിലാണ്. ഇത് സംബന്ധിച്ചിപ്പോൾ നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയൊക്കെ പ്രതികരണങ്ങൾ ലഭ്യമാകുന്നുണ്ട്. രാവിലെ 9:30 ആയപ്പം ഡോണിയ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നായിരുന്നു. ടീച്ചർ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പം പുസ്തകം കൊടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് ചെറിയ പുസ്തകം കയ്യിലിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അല്ല ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് എൻ്റെ തന്നില്ല. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നോക്കുമ്പം പുള്ളി അങ്ങ് ഇറങ്ങി പോകുന്ന കണ്ടു. സ്കൂട്ടറിലാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്നത് 10:45 നേരത്താണ്. 10:45 വരുമ്പോൾ ഞാൻ കണ്ടില്ലത്. ഞാൻ അവിടെ അപ്പുറത്തെ ഞങ്ങളുടെ പ്രീ പ്രൈമറി കെട്ടിടം അവിടുത്തെ പിള്ളേരുടെ അടുക്കലായിരുന്നു. അപ്പം ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോന്നു ഇവിടെ. അന്നേരം ടീച്ചർ അന്നേരം ഓഫീസിൽ വല്ല സംസാരിക്കാനാണെന്നല്ല വിചാരിച്ചു. അപ്പോൾ ഓഫീസിലേക്കാണ് കയറി പോകുന്നത്. അപ്പോൾ ഓഫീസിൽ വെച്ച് അവിടെ ഇതിൻ്റെ അകത്ത് വെച്ചാണ് കത്തി കയ്യിലുണ്ടായിരുന്നില്ല. ഈ പുസ്തകത്തിൻ്റെ അകത്ത് ആയിരിക്കും. അപ്പം ആദ്യം എങ്ങനെയാണ് ചെയ്തതെന്നൊന്നും ഞാനിതിലൊന്നും കണ്ടില്ല. അവിടെ പിള്ളേർ കണ്ടില്ല. പിള്ളേർ വിളിച്ചിറക്കി ഇവിടെ വെച്ച് ചെയ്തതാണ്. പിള്ളേർ കണ്ടില്ല. പക്ഷേ ബ്ലഡ് എല്ലാം പോകുന്നു. പിന്നെ ടീച്ചർ കാറിക്കൊണ്ട് ക്ലാസ്സിലോട്ട് വന്നല്ലോ. ഇറങ്ങി ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി ഓടി അങ്ങോട്ട് വന്നില്ല. അപ്പം ബ്ലഡ് പോകുന്നതെല്ലാം പിള്ളേർ കണ്ടു. അല്ലാതെ ചെയ്യുന്നതൊന്നും പിള്ളേർ കണ്ടില്ല. പ്രശ്നമായിട്ട് ടീച്ചർ ഹോസ്റ്റലിൽ താമസിക്കുമായിരുന്നു. ഇപ്പം 2 മാസമായി. ടീച്ചറിൻ്റെ സ്വന്തം വീട് ഉപ്പുതറ. കാലിൽ അങ്കവയിലുള്ളതാണ്. കുഴപ്പമില്ലെന്നാണ് ഇപ്പം പറഞ്ഞത്. അവർ കാരിത്താസിനാണ് ഞങ്ങൾ പോയത്. ഇവിടുത്തെ ഒരു ടീച്ചറും വേറെ അടുത്തുനിന്നുള്ള ഒരു കുട്ടി. അപ്പോൾ ആ ടീച്ചറിൻ്റെ റിട്ടയർഡ് ടീച്ചർ. അപ്പോൾ ആ ടീച്ചറിനെ ഇങ്ങോട്ട് വീട്ടിലോട്ട് ആ ടീച്ചർ പോയ ടീച്ചർ നൈറ്റി ഒക്കെ ഇട്ടോണ്ടായതുകൊണ്ട് എന്നോട് ചെല്ലാൻ പറഞ്ഞു. വേറെ ആരുമില്ല. ഞങ്ങളാകെ 4 പേരെ ടീച്ചർമാരുള്ളൂ ഇവിടെ. ഞാൻ ഇപ്പം നമ്മുടെ ഒരു പ്രവർത്തകർ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വിളിച്ചു ചോദിക്കാൻ ടീച്ചറിനെ വിളിച്ചപ്പോഴാണ് പറയുന്നത് എനിക്ക് ആ ടീച്ചറിനെ അറിയാം. അപ്പം ഇന്ന ടീച്ചറാണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. നമ്മുടെ പുറകിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ ജനലിൽ നിന്ന് നോക്കുമ്പോഴാണ് ഈ വാ പൊത്തി പിടിച്ച് പുള്ളിക്കാരത്തി. അപ്പോൾ ഒച്ച കേൾക്കാം. അപ്പോൾ ആ പുള്ളിക്കാരത്തിയാണ് ഓടി ഇവിടം വരെ വന്നത്. ഇവിടം വരെ വന്നപ്പോൾ അയാൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നീ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പം ആ പുള്ളിക്കാരത്തി കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം അങ്ങോട്ട് മാറി. നമ്മുടെ ആ വർണ്ണക്കൂടാരത്തിൻ്റെ അങ്ങോട്ട് ഓടി മാറി. അവർ മാറിക്കഴിഞ്ഞപ്പോഴാണ് ടീച്ചർ കഴുത്ത് പൊത്തിക്കൊണ്ട് ഇങ്ങോട്ട് ഓടി വരുന്നതെന്ന് പറഞ്ഞു. ഇല്ല, പുള്ളിക്കാരൻ അങ്ങോട്ട് പോയെന്ന് ഇവർക്ക് അറിയത്തില്ല. നമ്മൾ മിക്കവാറും ഇവർ ടീച്ചറും അവരും ഒക്കെ വരുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇങ്ങനെ കുടുംബ പ്രശ്നമുള്ളതായിട്ടൊന്നും നമുക്കറിയത്തില്ല. കുഞ്ഞുങ്ങൾ കണ്ടില്ല. അത് ഈ ഓഫീസ് റൂമല്ലേ. ആ പുള്ളി അവിടുന്ന് ഓഫീസ് റൂമിൽ വിളിച്ച് മാറ്റി നിർത്തി അപ്പം എല്ലാവരും ഓർക്കുന്ന ഇവരെന്തെങ്കിലും സംസാരിക്കാനായിരിക്കും എന്നോർത്താണ്. ഇവിടെ പൊതുപ്രവർത്തകനായ ശ്രീജിത്ത് നമ്മളോടൊപ്പം ചേരുന്നത്. എന്താണ് സംഭവിച്ചതെന്നാണ് നിങ്ങൾ അറിയുന്നത്? എങ്ങനെയാണ് ഈ സംഭവം നിങ്ങളോട്? ഒരു 10:45 കൂടിയിട്ടാണ് ഈ ഇൻസിഡൻറ്റ് ഇവിടെ നടന്നിട്ടുള്ളത്. ടീച്ചർ ഡോണിയ എന്ന് പറയുന്ന ഇവിടെ പഠിപ്പിച്ചിരുന്ന ടീച്ചർ, അവർ ഫാമിലി ഇഷ്യൂ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2 മാസമായിട്ട് അവർ പിരിഞ്ഞാണ് കഴിയുന്നത്. അവരുടെ ഭർത്താവ് ഇവിടെ വരികയും അവരെ അന്വേഷിക്കുകയും എന്തോ പുസ്തകം കൊടുക്കാനുണ്ടെന്നാണ് HMനോട് പറഞ്ഞത്. അപ്പോൾ അവർ ആ സമയത്ത് 9:30 ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ അയാൾ 10:45 വന്ന് ഇവരെ ബലമായിട്ട് പിടിച്ചപ്പോൾ ഇവർ കുതിറി ഇങ്ങോട്ട് ഈ ഓഫീസിലേക്ക് വന്ന് അവിടെ വെച്ചാണ് ഈ ആഘാതം ഏൽപ്പിച്ചത്. അവർ വീണ്ടും അവിടുന്ന് ആ മുറിയിലേക്ക് പോയി. ആ മുറിയിലാണ് കൂടുതൽ രക്തം തളം കെട്ടി കിടക്കുന്നതാണ്. ഫാമിലി ഇഷ്യൂ ആണെന്നാണ് അറിഞ്ഞത്. ഇവർ പാറമ്പുഴ ഭാഗത്ത് മോസ്കോയിൽ വന്ന് താമസിക്കുന്ന ആളുകളാണ്. നിങ്ങൾ നേരിട്ട് ദൃശ്യം കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇവർ വല്ലാതെ അലറിക്കരഞ്ഞു. ആ കാണുന്ന വാട്ടർ ഹൗസിൽ നിന്നാണ് ആളുകൾ ഓടി വന്നത്. അന്നേരമാണ് ഇയാൾ ഇറങ്ങി വന്ന വണ്ടിയിൽ കയറി പോകുന്നത്. കുട്ടികളെന്താണെങ്കിലും ഇത് കേട്ട് കാണുകയും ചെയ്തിട്ടുണ്ടാകണം. പ്രധാന അധ്യാപിക പറഞ്ഞത് ഈ മുറിയിൽ വെച്ചായിരുന്നു സംഭവം. അതിനുശേഷം ഓടി അകത്തേക്ക് പോയതാണ്. അപ്പോൾ നേരിട്ട് കുഞ്ഞുങ്ങൾ ഈ ദൃശ്യം കണ്ടിട്ടില്ല. പക്ഷേ ഇവർ ഓടുന്നതും ചോര ഒലിച്ച് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ അതെ ഒരു ദാരുണമായ സംഭവമാണ്. സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ഇവിടെ വെച്ച്. എന്തായാലും ഏറ്റുമാനൂർ പോലീസ് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഒളിവിൽ പോയിരിക്കുന്ന കൊച്ചുമോനായ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആശുപത്രിയിൽ കഴിയുന്ന അധ്യാപിക ഡോണിയയുടെ നില ഇപ്പോൾ തൃപ്തികരമാണ്. അവർ ഇപ്പോൾ നിരീക്ഷണത്തിൽ തുടരുകയാണ്. അനന്തു സുരേഷിനോടൊപ്പം പൂവത്തുമൂടിൽ നിന്നും ജോസി ബാബു, മീഡിയ 1.